കുട്ടികളുടെ ഫാൻറ്റസിയായ ഗപ്പി 2016 ഓഗസ്റ്റ് 5 വരെ മലയാളിക്കൊരു ചെറിയ മീൻ മാത്രമായിരുന്നു. എന്നാൽ അന്ന് റിലീസ് ചെയ്ത ജോൺ പോൾ ജോർജിൻ്റെ ഗപ്പിക്ക് മലയാളിയുടെ മനസ്സിനെ കീഴടക്കുന്ന തീവ്രമായ ഒരു കഥ പറയാനുണ്ടായിരുന്നു. ചേതൻ ജയലാൽ എന്ന നല്ല കലാകാരനിലൂടെ നഗരങ്ങളുടെ ഓരങ്ങളിലെ ജീവിതങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ചലച്ചിത്രത്തിന് കഴിയുന്നു. തന്നെ ഗ്ലാമർ മുഖമായി ടോവിനോയും ചിത്രത്തിൻ്റെ നായകവേഷമായി. ശ്രീനിവാസൻ്റെ വ്യത്യസ്ത വേഷവും രോഹിണിയുടെ അംഗപരിമിതമായ അമവേഷവും സിനിമയുടെ മാറ്റുകൂട്ടി. കൂടാതെ സുധീർ കരമന, ദിലീഷ് പോത്തൻ, അലൻസിയർ, പോളിവത്സൻ, നോബി, പൂജപ്പുര രവി, വിജിലേഷ് കാരയാട്, കാർത്തിക് വിഷ്ണു, അരുൺ പോൾ, നന്ദന വർമ്മ, ശരത് ജയൻ, ദേവി അജിത്ത് ഇങ്ങനെ നീളുന്നു കാസ്റ്റ്. സ്കൂൾ വിദ്യാർത്ഥിയായ മൈക്കിൾ എന്ന ഗപ്പി മീൻ വളർത്തിയും മറ്റു ചെറിയ ജോലികളും ചെയ്ത് തൻ്റെ തളർന്നുപോയ അമ്മയെ സഹായിക്കുന്ന രംഗങ്ങൾ മനോഹരമാണ്. അമ്മയ്ക്ക് വേണ്ടി മോട്ടോറുള്ള ഒരു വീൽ ചെയർ വാങ്ങാനുള്ള അവൻ്റെ സ്വപ്നവും തീവ്രമായി തന്നെ ചിത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഹിമാലയത്തിൽ നിന്നും മോട്ടോർ സൈക്കിളിലെത്തിയ പ്രൊജക്ട് എഞ്ചിനീയറായ തേജസ് വർക്കിയായാണ് ടോവിനോ. പിന്നീട് ടോവിനോയും ഗപ്പിയുടെ ഗ്യാങ്ങും തമ്മിലുണ്ടാകുന്ന വഴക്കും കൂട്ടുകൂടലും, ആമിനയെ വായി നോക്കുന്ന ഗപ്പിയുടെ ഗ്യാങ്ങും, ഒടുവിൽ അമ്മയുടെ മരണവുമെല്ലാം ഒരു കാഴ്ചക്കാരനിൽ സമാനതകളില്ലാത്ത ഒരു കഥാലോകം സമ്മാനിക്കുന്നു. ഒടുവിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജ് പണി തീർന്ന് തേജസ് വർക്കി ഹിമാലയത്തിലേക്ക് തിരികെ പോകുമ്പോൾ കൂടെ ഗപ്പിയുമുണ്ടെന്ന ആനന്ദ മുഹൂർത്തത്തിൽ തന്നെയാണ് കഥ അവസാനിക്കുന്നത്. കഥയും ജോൺ പോൾ ജോർജ് തന്നെയാണ്. മുകേഷ് ആർ മേത്ത, AV അനൂപ്, CV സാരഥി എന്നിവരാണ് നിർമ്മാണം. ഗിരീഷ് ഗംഗാധരനാണ് ക്യാമറ. E4 എൻ്റർടൈൻമെൻറ്റ്, AVA പ്രൊഡക്ഷൻസ്, യോപ്പ സിനിമാസ് എന്നിവരാണ് പ്രൊഡക്ഷൻ കമ്പനികൾ. E4 എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് വിതരണവും. 2016 ഓഗസ്റ്റ് 5-നാണ് ഇത് തിയേറ്ററുകളിൽ എത്തിയത്. ചിത്രത്തിലെ ഗാനങ്ങൾ നല്ല പ്രേക്ഷക ശ്രദ്ധ നേടിയതാണ്. വിനായക് ശശികുമാർ, റഫീഖ് അഹമ്മദ്, ജോൺ പോൾ ജോർജ് എന്നിവർ ചേർന്ന് തന്നെയാണ് ഗാനരചനയും നടത്തിയത്. സുഷിൻ ശ്യാമാണ് സംഗീതം. തനിയെ മിഴികളാണ് എവർഗ്രീൻ. അതിന് ജീവൻ നൽകിയ സൂരജ് സന്തോഷിൻ്റെ ശബ്ദം ഏറെ ഹൃദ്യവുമാണ്. ഗബ്രിയേലിൻ്റെ ദർശന സായുജ്യമായ എന്ന കരോൾ ഗാനവും ഹിറ്റായി. അതിരലിയും, വിരിഞ്ഞ പൂങ്കുരുന്നേ, തിരതിര തുടങ്ങിയ ഗാനങ്ങളും ചിത്രത്തിലുണ്ട്. 2016 സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ബെസ്റ്റ് ബാലതാരമായി ചേതൻ ജയലാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ വിഷ്ണു വിജയന് ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനും, സൂരജ് സന്തോഷിന് ബെസ്റ്റ് മെയിൽ സിംഗറിനും, സ്റ്റെഫി സേവിയറിന് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനറിനും, ഗിരീഷ് ഗംഗാധരന് പ്രത്യേക പരാമർശവും ലഭിച്ചു. ഗ്രാമീണ പശ്ചാത്തലങ്ങളുടെ ഹരിതശോഭയിൽ നിന്നകന്ന് നഗരജീവിതങ്ങളുടെ താളാത്മകതയും ചലനങ്ങളും കൃത്യമായി ഒപ്പിയെടുത്ത ചിത്രമാണ് ഗപ്പി. നായകൻ്റെ സൗന്ദര്യ സങ്കല്പം അനിവാര്യമല്ലാത്ത ജീവിതങ്ങളുടെ കഥയിൽ നായക കഥാപാത്രമാകാമെന്നും ഗപ്പിയിലൂടെ ജോൺ പോൾ ജോർജ് വരച്ച് കാണിക്കുന്നു. വ്യത്യസ്തമായ ഈ ചിത്രം പ്രേക്ഷക മനസ്സിൽ ഒരു പ്രത്യേക ഭാവം സൃഷ്ടിക്കുന്നു. 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ കവർ സോങ് പാടാൻ ഇന്നും ഗായകർ ഇതിലെ ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നത് ഇതിലെ സംഗീതത്തിൻ്റെയും വിജയം തന്നെയാണ്. ഗപ്പി സൗന്ദര്യത്തിൻ്റെ ചിറകുകളും വിരിച്ച് ഇനിയും ഒരുപാട് നീന്തി തുടിക്കട്ടെ.